ഹലോ, വോയിസ് കേൾക്കാവോ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഷോപ്പിഫൈ സ്റ്റോറിനകത്തുള്ള ബാക്കിയുള്ള സിസ്റ്റം സെറ്റിങ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. സോ ഇന്നലെ നമ്മൾ കണ്ടതാണ് നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഇത് സ്റ്റോർ ഓപ്പൺ ചെയ്തെടുത്താലും ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഒന്ന് കസ്റ്റം ചെയ്തെടുക്കാനുണ്ട്, നമ്മുടെ സ്റ്റോറിനെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കി എടുക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇതാണ് ഇവിടെ സെറ്റിങ്സിനകത്ത് വരിക. ഓക്കെ, സെറ്റിങ്സിനകത്ത് വരുമ്പോൾ ഫസ്റ്റ് ആണ് പോളിസീസ്. ഓക്കെ, നമ്മുടെ സ്റ്റോറിൻ്റെ പോളിസീസ് എല്ലാം അപ്ഡേറ്റഡ് വണ്ണമായിരിക്കണം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മാനുവലി ഇൻപുട്ട് ചെയ്യേണ്ടതാണ്. 3 എണ്ണം കൊണ്ട് മാനുവലി ഇൻപുട്ട് ചെയ്യേണ്ടത്: റിട്ടേൺ പോളിസി, ടേംസ് സർവീസ് ആൻഡ് ഷിപ്പിംഗ് പോളിസി. സോ ഓരോ ആൾക്കാരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും റിട്ടേൺ പോളിസി അല്ലെങ്കിൽ ഷിപ്പിംഗ് പോളിസി ഏത് രീതിയിൽ വേണമെന്ന്. നമ്മൾ ഒന്നും കൂടി ഇത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആക്കി എടുക്കാൻ ചാറ്റ് GPT അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു AI ഇതും കൂടി യൂസ് ചെയ്യാം, അതിന് ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ജനറലി ഇപ്പോൾ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി, ഇപ്പോൾ എൻ്റെ സ്റ്റോറിനകത്ത് ഞാൻ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, റിട്ടേൺ ആണെങ്കിൽ പ്രോഡക്റ്റ് ഡെലിവർ ആയി അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ അപ്രൂവ് ചെയ്യത്തുള്ളൂ എൻ്റെ സ്റ്റോറിനകത്ത്. സെക്കൻഡ് തിങ്, റീഫണ്ട് ആണെങ്കിൽ റിട്ടേൺ അടിച്ചതിന് ശേഷം അറൗണ്ട് 2 to 3 ഡേയ്സിനകത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതാണ് എൻ്റെ നിലവിലുള്ള റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി റൂൾസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചാറ്റ് GPT ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ ഈ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി എന്നുള്ളതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻപുട്ട് ചെയ്യുക. ഗീവ് മീ മൈ അൺബോക്സിങ് വീഡിയോ. എന്താണ് നിങ്ങളുടെ മെയിൻ കണ്ടന്റ്? ഓക്കെ, റിട്ടേൺ ആൻഡ് റീഫണ്ടിനകത്ത് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. റീഫണ്ട് സോ അതാണ്ട് ഈ വരുന്നത് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് നോക്കുക ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്ന്. ഓക്കെ, ഇതിനകത്ത് കാണിക്കുന്നില്ലേ, വി വാല്യൂ യുവർ കസ്റ്റമേഴ്സ് ആൻഡ് സ്ട്രൈവ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇതൊക്കെ ഓക്കെയാണ്. റിട്ടേൺ എലിജിബിലിറ്റി, ദ പ്രോഡക്റ്റ് റിസീവ്ഡ് ഷുഡ് ബി ഡാമേജ്ഡ്, ഡിഫക്റ്റീവ് ആയിരിക്കണം, ദ പ്രോഡക്റ്റ് റിസീവിംഗ് ഈസ് റോങ് ഓർ മിസ്സിംഗ്. ഈ 3 കാറ്റഗറിക്കേ ഉള്ളൂ റിട്ടേൺ അപ്രൂവൽ എന്നുള്ളത്. അത് കൂടാതെ റിക്വസ്റ്റ് മസ്റ്റ് ബി റേസ്ഡ് വിത്തിൻ 48 hours, അത് ഓക്കെയാണ്. മെഡോട്രി അൺബോക്സിംഗ് വീഡിയോ റിക്വയർഡ്, ഇത് നിർബന്ധമായിട്ടും വേണമെന്ന്. സോ ഇത് ഓക്കെ ആണ്. ഓക്കെ, സെക്കൻഡ് തിങ്, നോൺ റിട്ടേണബിൾ ഐറ്റംസ്, ഈ ഇൻകറക്റ്റ് അഡ്രസ്, കസ്റ്റമർ മിസ്റ്റേക്ക്, ഇതൊക്കെ ആണെങ്കിൽ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ളതെന്ന്. സോ റീഫണ്ടിനകത്ത് വരുമ്പോൾ വൺസ് യുവർ റിക്വസ്റ്റ് ഈസ് അപ്രൂവ്ഡ് ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ റീഫണ്ട് വിൽ ബി പ്രോസസ്ഡ്, റീഫണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ 3 വർക്കിംഗ് ഡേ. സോ കണ്ടോ, സോ ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ആൻഡ് ഇത് നമ്മുടെ സ്റ്റോറിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തറവായിരിക്കണം നമ്മുടെ സ്റ്റോറിനകത്ത് ഏത് രീതിയിലത്തെ പോളിസീസ് നമ്മൾ കൊടുക്കുന്നതെന്ന്. കാരണം ഇൻ കേസ് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ്, നമ്മൾ ഈ നിലവിലുള്ള പോളിസീസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് സ്റ്റോറിനകത്ത് കിടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് നമ്മൾ പറയുന്ന വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കേസ് ഫയൽ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കൺസ്യൂമർ കോർട്ടിൽ. സോ എന്താണ് ഇവിടെ നമ്മൾ കാണിക്കുന്ന കണ്ടക്സ്റ്റ്, അത് അതേപോലെ തന്നെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അതേപോലെ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ 1-2 പ്രാവശ്യം ആലോചിക്കുക ഇവിടെ ഒരു പോളിസി സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ്. അത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ പോളിസീസ് ആണ് ഒന്നും കൂടെ കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇവിടെ കൊടുത്ത് പബ്ലിഷ് ചെയ്യാവൂ. സോ ഇതിപ്പോൾ ഓക്കെ ആണ്. സോ അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തു.
സോ അത് പബ്ലിഷ് ആയതുകൊണ്ട് അത് ഓക്കെ ആയി. സോ അഗെയിൻ ടേംസ് ആൻഡ് സർവീസസ് ഇതും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ടേംസ് ആൻഡ് സർവീസസ് എന്നുള്ള കോപ്പി എടുത്ത് ജസ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് ചാറ്റ് ജി പി ടിക്ക് ഇടുക. സോ അഗെയിൻ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ടേംസ് ആൻഡ് സർവീസസും ഷിപ്പിംഗ് പോളിസിക്കകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്യുക 5 to 10 ഡേയ്സിനകത്തെ പ്രോഡക്റ്റ് ഡെലിവർ ആകത്തുള്ളൂ എന്ന് മെൻഷൻ ചെയ്യുക. ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും പ്രോഡക്റ്റ് ഡെലിവർ ആൻ 5 to 10 ആണ്. ഇന്റർനാഷണൽ സ്റ്റോറാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 to 14 ഡേയ്സ് എന്ന് മെൻഷൻ ചെയ്യുക മിനിമം. ഓക്കെ, മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലെ ഷിപ്പിംഗ് പോളിസി ആയിരിക്കണം മെൻഷൻ ചെയ്യേണ്ടത്. ഷിപ്പിംഗ് പോളിസിയും ഈ അതേ പറഞ്ഞ പോലെ ജസ്റ്റ് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. അവിടെ ക്ലിയർലി ചാറ്റ് ജി പി ടിക്ക് കൊടുക്കുക. മിനിമം ഡെലിവറി ടൈം 5 to 10 ഡേയ്സ്. സോ അതിന്റെ ബേസ്ഡ് വരുന്നത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇത് മൂന്നും ഓക്കെ ചെയ്യേണ്ടതാണ്. ഈ റിട്ടേണും ടേംസ് ആൻഡ് സർവീസും ഷിപ്പിങ്ങും. കോണ്ടാക്ട് ഇൻഫർമേഷനകത്ത് വന്നിട്ട് ഇവിടെയും കൊടുക്കേണ്ടതാണ്. ഇതും എഗെയിൻ ജസ്റ്റ് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏത് ഇമെയിൽ ഐ ഡി ആണ് നമ്മുടെ സ്റ്റോറിന് കൊടുത്തേക്കുന്നത്, ഓക്കെ, നമ്മൾ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയുടെ ബേസിലായിരിക്കണം നമ്മൾ ഈ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആവാൻ ഇമെയിൽ ഐ ഡി ആയിരിക്കും ബെറ്റർ. ഓക്കെ, കോൺടാക്ട് ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഇപ്പൊ എൻ്റെ എടുക്കുവാണെങ്കിൽ സോ ഇത് ജസ്റ്റ് ഒരു മിനിമലായിട്ട് നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന രീതി കണ്ട് ഇത്രയും മതി. 24 to 48 hours എന്നുള്ള ജസ്റ്റ് ഒരു മിനിമൽ ഇത്രയായിട്ടുള്ളത് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ കൊടുക്കല്ലോ, ഓക്കെ, കൊടുക്കൽ എന്നല്ല കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് കോൾസ് വരും. ഇമെയിൽ ആകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റും, അത് ഇഷ്യൂസ് വരത്തില്ല അധികം. സോ ഇത് 4ഉം അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇതും ഒരു മെയിൻ തിങ് ആണ് നമ്മുടെ സ്റ്റോറിനകത്ത്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം അടുത്തത് വന്നിട്ട് കസ്റ്റമർ ഇവന്റ്സിനകത്ത് വരിക. ഇത് ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നെ. ഇത് നമ്മൾ പിക്സൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമർ ഇവന്റ്സ് സെറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, മാർക്കറ്റിനകത്ത് വരിക. മാർക്കറ്റിനകത്ത് വരുമ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റ് ആയിരുന്നു ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ, ഇത് ഇന്ത്യൻ ആണ്. സോ ഇന്റർനാഷണൽ ചെയ്യേണ്ടവർക്ക് ഇത് ഇന്റർനാഷണൽ മാർക്കറ്റ് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ക്രിയേറ്റ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ കാനഡ മാർക്കറ്റ്. സോ ഇതിനകത്ത് ചിലവർക്ക് ഇന്റർനാഷണൽ ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു, അവർക്ക് വേണ്ടിയാണിത്. സോ ഇന്ത്യൻ ചെയ്യുന്നവർ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പോകണ്ട. ഇത് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ആക്റ്റീവായി കിടക്കുവാണ്. ഇന്റർനാഷണൽ ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നിലവിൽ കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മാത്രമാണ്. എഡിറ്റിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതൊക്കെ മാർക്കറ്റാണ് വേണ്ടത് അത് ഇവിടെ ഇൻപുട്ട് ചെയ്ത് ഡൺ ചെയ്യുക. ഓക്കെ, ഡൺ ചെയ്തിട്ട് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് മാറ്റിയിട്ട് ഇന്റർനാഷണൽ എന്നാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ പേരാക്കുക. ഓക്കെ, സോ ഞാനിത് ഇന്റർനാഷണൽ എന്ന് ചെയ്യുന്നു. ജസ്റ്റ് ചെയ്തിട്ട് ഇതും സേവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സേവ് ഇവിടാണ്, സേവ് ചെയ്യേണ്ടതാണ്. സോ ഇത് ആക്ച്വലി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ചെറിയൊരു അഡീഷണൽ സെറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇന്ത്യൻ ആയാലും ഇന്റർനാഷണൽ കണ്ടില്ല, ഇന്റർനാഷണൽ എന്നുള്ളത് ആക്റ്റീവ് ആയിട്ടുണ്ട്. 2 റീജിയൻസ് കണ്ടോ. സോ ഇതായാലും നമുക്ക് ഡെലിവറിയുടെ ഒരു ഷിപ്പിംഗ് റേറ്റ് ഫിക്സ് ചെയ്യണമെന്നൊരു റൂൾ ഉണ്ട് ഷോപ്പിഫൈക്കകത്ത്. അതെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഗെയിൻ സെറ്റിംഗ്സിനകത്ത് വരിക. അതിൻ്റെ ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി എന്നുള്ള സെക്ഷനകത്ത് വരിക. സോ ഇതിനകത്ത് വരുമ്പോൾ വേണ്ട കണ്ടില്ലേ, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ഇപ്പോൾ ഇൻപുട്ട് ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടും കാണിക്കുന്നത്. ചിലവർക്ക് ഇന്ത്യൻ മാത്രമേ കാണത്തുള്ളൂ. സോ അതിനകത്ത് ഈ ഫസ്റ്റ് കാണുന്ന ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇന്ത്യൻ്റെ ആണ് നമുക്കിവിടെ കാണുന്നത്. ഫസ്റ്റ് എന്നല്ല, നമുക്ക് മേജർലി ഇന്ത്യൻ്റെ ആണ് കാണുന്നത്. ഇന്റർനാഷണലിൻ്റെ കാണണമെങ്കിൽ ഇന്റർനാഷണൽ ചെയ്യുന്നവർക്ക് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇന്ത്യനകത്ത് വരുമ്പോൾ കണ്ടോ ഇവിടെ മാനക് 379 റുപ്പീസ് എന്നുള്ളത് കണ്ടോ. ഇതിനകത്ത് ഇത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് റേറ്റ് കൊടുത്തുകൊണ്ട് ഈ 379 ഉള്ളത് മാറ്റിയിട്ട്
ഒരു ഷിപ്പിംഗ് റേറ്റ് 60 റുപ്പീസ് അല്ലെങ്കിൽ 80 റുപ്പീസ് അതിൽ കൂടുതൽ ഇടല്ലേ ഇന്ത്യനകത്ത്. ഓക്കെ, സോ 80 റുപ്പീസ് ആണ് ബെറ്റർ. ഈ മാനക് എന്നുള്ളത് മാറ്റിയിട്ട് ഷിപ്പിംഗ് ചാർജ് എന്നാക്കുക. സോറി എഡിറ്റ് ചെയ്യുക. ഇവിടെ ഇത് 80 ആക്കുക. ഇവിടെ 80 ആക്കുക. എന്നിട്ട് അഗെയിൻ ഇവിടെ ഷിപ്പിംഗ് ചാർജ് എന്നാക്കുക. ഓക്കെ, ഷിപ്പിംഗ് ചാർജ് നോക്കുക. ഡൺ, സേവ് ചെയ്യുക. സോ ഇന്റർനാഷണലിനകത്ത് ഈ ഒരു റേറ്റ് ഇവിടെ കിടക്കുന്നതായിരിക്കും. ഇവിടെ 1700 കാണിക്കുന്ന നമ്മുടെ ഇപ്പോൾ സ്റ്റോർ കറൻസി ഇന്ത്യൻ റുപ്പി കിടക്കുന്നുണ്ടാണ്. ഓക്കെ, ഇന്റർനാഷണൽ ചെയ്യുന്നവർ അത് USDയിലോട്ട് മാറ്റേണ്ടതാണ്. അതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സോ ഫസ്റ്റ് ഇന്ത്യനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇത് മാറ്റി. ഓക്കെ, നമ്മളിവിടെ എന്ത് സെറ്റിങ്സ് മാറ്റുന്നുണ്ട് അത് ജസ്റ്റ് സേവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നമ്മളിവിടെ 80 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എന്നുള്ളതാക്കിക്കൊണ്ട് നമ്മളത് സേവ് ചെയ്ത്. സോ ഇതൊരു രീതിയിൽ നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ സ്റ്റോറിനകത്ത് ആക്ച്വലി 80 റുപ്പീസ് ആണ്. നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഒരു 200 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആ കസ്റ്റമർ ബൈ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഈ 80 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ആഡ് ആയി വരും. സോ അത് ആക്ച്വലി നമുക്കൊരു നല്ലതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കുമെന്ന്. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കോഡ് നമ്മൾ ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് കോഡ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ 80 റുപ്പീസ് ഷിപ്പിങ്ങിന് കാണിക്കുകയും ലേറ്റർ കസ്റ്റമർ ആണെങ്കിൽ ചെക്കൗട്ടിൻ്റെ അടുത്ത് വരുമ്പോൾ 80 റുപ്പീസ് കട്ട് ആയിക്കൊണ്ട് ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോർ നമ്മൾ ആദ്യമേ ആഡിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൂവൺ ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഇത് വന്നിട്ട് 80 റുപ്പീസ് എന്നുള്ളത് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസ്കൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഡിസ്കൗണ്ട് സെക്ഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ഡിസ്കൗണ്ട്, ഇവിടെ ഉണ്ട് ഫ്രീ ഷിപ്പിംഗ്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ആണ് കൂടുതലും പ്രിഫറബിൾ. ആൻഡ് അഗെയിൻ ഇവിടെ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക ടൈറ്റിലിനകത്ത്. ഫ്രീ ഷിപ്പിങ്ങിന് കൊടുത്തുകൊണ്ട് ഓൾ കൺട്രീസ് അതൊക്കെ അങ്ങനെ നടന്നോട്ടെ. ഓക്കെ, താഴെ വന്നിട്ട് മിനിമം പർച്ചേസ് എമൗണ്ട് ജസ്റ്റ് 10 റുപ്പീസ് കൊടുക്കുക ആൻഡ് സേവ്. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഇതൊരു ഫ്രീ ഷിപ്പിംഗ് ഡിസ്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ആദ്യമേ കയറുമ്പോൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അവസാനം ചെക്കൗട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് കാണും ഫ്രീ ഷിപ്പിംഗ് എഴുതി കാണിച്ചുകൊണ്ട് 80 റുപ്പീസ് മൈനസ് ആയിരിക്കുന്നത്. സോ അത് ഒരു കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ സെറ്റിങ്സിനകത്ത് വരിക. ഇപ്പം നമ്മുടെ സ്റ്റോറിനകത്ത് നിലവിൽ ടാക്സ് ചാർജ് ചെയ്യുന്നതായിട്ടാണ് കിടക്കുന്നത്. സോ അത് കണ്ട് ഇവിടെ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള ഓപ്ഷനകത്ത് വരിക. സോ അതാണ്ട് ഇവിടെയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടാക്സ്. ഓക്കെ, ഇന്റർനാഷണൽ ചെയ്യുന്ന സ്റ്റോർ ആണെങ്കിൽ അതിൻ്റെ റീജിയന്റെ ടാക്സ് നമ്മൾ മാറ്റേണ്ടതാണ്. സോ ഇത് ഇന്ത്യൻ ടാക്സിനകത്ത് വന്ന് 9% ടാക്സ് ആണ്. ഓരോ സ്റ്റേറ്റിന്റെയും നമ്മൾ പേഴ്സണലി ഇത് മാറ്റേണ്ടതാണ്, ഇത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. കാരണം ഇത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അഗെയിൻ കസ്റ്റമർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ടാക്സും കൂടി ഇൻപുട്ടായി വരുന്നതായിരിക്കും. സോ അതൊരു വലിയൊരു എമൗണ്ടിലോട്ട് കൺവേർട്ട് ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് കുറഞ്ഞു പോകും. സോ അതുകൊണ്ട് ഈ ടാക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതാണ്. റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്താൽ മതി, എല്ലാം സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാ സ്റ്റേറ്റിൻ്റെ അത് സീറോയിലോട്ട് മാറ്റേണ്ടതാണ്. എന്നിട്ട് എഗെയിൻ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ എന്ത് സെറ്റിങ്സ് ചെയ്താലും അത് സേവ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തൊന്നും പ്രോപ്പറായിട്ട് അലൈൻ ആവത്തില്ല. എഗെയിൻ നമുക്കിത് പിന്നെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഓക്കെ, ഇത് നമ്മൾ സീറോ സെറ്റ് ചെയ്ത് സേവ് ചെയ്ത്. സോ ഇനി അഡീഷണൽ ടാക്സ് ഒന്നും ചാർജ് ചെയ്യുന്നതായിരിക്കത്തില്ല കസ്റ്റമർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ. എഗെയിൻ നമ്മളത് ക്ലോസ് ചെയ്ത് സെറ്റിങ്സിനകത്ത് എഗെയിൻ വരിക.
ഇതിനകത്ത് വന്നിട്ട് ചെക്കൗട്ട് എന്നുള്ള ഓപ്ഷനകത്ത് വരിക. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ 2-3 കാര്യം സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഫോൺ നമ്പർ ഓർ ഇമെയിൽ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഇമെയിൽ ആക്കണം. ഓക്കെ. ഷോ ലിങ്ക് എ ലിങ്ക് ടു കസ്റ്റമർ ടു ട്രാക്ക് ദെയർ ഓർഡർ, അത് ഓൺ ആയിരിക്കണം. എഗെയിൻ താഴോട്ട് വരുമ്പോൾ ഒൺലി റിക്വയർ യുവർ ലാസ്റ്റ് നെയിം എന്നാണ്, അത് മാറ്റിയിട്ട് റിക്വയർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം ആക്കണം. സോ കമ്പനി നെയിം ഡോണ്ട് ഇൻക്ലൂഡ് തന്നെയാണ് ബെറ്റർ. അഡ്രസ് ലൈൻ ഓപ്ഷനിൽ കിടക്കട്ടെ. ഷിപ്പിംഗ് ആൻഡ് അഡ്രസ് ഫോൺ നമ്പർ ഇത് ഡോണ്ട് ഇൻക്ലൂഡ് ആണ്, ഇത് റിക്വയർഡ് ആക്കണം. ഓക്കെ. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു 10% ഫേക്ക് ഓർഡേഴ്സ് നമുക്ക് ഇവിടെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമേ കിടന്ന ഓപ്ഷനിലാണ് ഈ കസ്റ്റമേഴ്സിന് വന്ന് ജസ്റ്റ് ഇമെയിൽ പ്ലേസ് വെച്ചുകൊണ്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആ ഓപ്ഷൻ പറ്റത്തില്ല. അവർക്ക് ഓർഡേഴ്സ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് കാരണം നമുക്കൊരു 10% നമുക്ക് RTOs കുറയ്ക്കാൻ പറ്റും ഇവിടെ തന്നെ ഇപ്പം. സോ മാർക്കറ്റിംഗ് ഓപ്ഷൻസ് ഇമെയിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ. SMS നമുക്ക് വേണ്ട. വേറെ ഒന്നും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനില്ല. എഗെയിൻ സേവ് ക്ലിക്ക് ചെയ്യുക. സോ ഈ സെറ്റിങ്സും സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇത്രയാണ് ജനറൽ സെറ്റിങ്സ് അത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യവുമാണ്. ഇത് ഇഗ്നോർ ചെയ്ത് വിടല്ലേ. ഇത് നമ്മുടെ സ്റ്റോറിന്റെ ഒരു ജനറലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു വലിയ ലോസ് വരുന്നതായിരിക്കും. സോ ജനറൽ എഗെയിൻ ലാസ്റ്റ് വൺ ജനറലിനകത്ത് വരിക. ഇവിടെ നമ്മുടെ സ്റ്റോറിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ. ഇത് നമ്മൾ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു സ്റ്റോറിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അത് കുറച്ചും കൂടെ ഒന്ന് ട്രസ്റ്റബിൾ ആക്കുന്നതായിരിക്കും നമ്മുടെ സ്റ്റോറിനെ. സോ ഞാൻ ആദ്യമേ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു നമുക്ക് കറൻസി എങ്ങനെ മാറ്റുന്നത്. അത് ഈ ജനറൽ സെക്ഷനകത്ത് വരുമ്പോൾ കണ്ടോ, കറൻസി ഡിസ്പ്ലേ ഇവിടെ ഇന്ത്യൻ റുപ്പീസ് ആണ്. സോ ഇത് ഇന്റർനാഷണൽ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തുകൊണ്ട് ചേഞ്ച് കറൻസി ഫോർമാറ്റിംഗ് എടുത്തുകൊണ്ട് ചേഞ്ച് സ്റ്റോർ കറൻസി എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഇന്ത്യൻ ആണ് കിടക്കുന്നത്. ഓക്കെ. അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ട് ഇവിടെ വേറെ കറൻസീസ് ഓൾറെഡി ഉണ്ട്. സോ USD ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. ഓക്കെ. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ആയിക്കോളൂ, ഓട്ടോമാറ്റിക്കലി ആയിക്കോളൂ. സോ ഇതിനകത്തൊന്നും നമുക്ക് അഡീഷണൽ ചെയ്യാനില്ല. ഇത് പ്രിഫിക്സ് നമ്മുടെ സ്റ്റോറിന്റെ ഒരു ഓർഡർ ID കോഡായിട്ട് അതിന് മുമ്പ് പോകുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി നിങ്ങളുടെ സ്റ്റോറിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതിന്റെ ഒരു ID വെച്ചുകൊണ്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് AKX ഡ്രോപ്പ് ഷിപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് AKX എന്ന് കൊടുക്കുവാണെങ്കിൽ ഓരോ ഓർഡേഴ്സ് വീഴുമ്പോൾ കണ്ടില്ലേ AKX 1001 1002 എന്നുള്ള രീതിയിലേക്ക് ഓർഡർ ID ജനറേറ്റ് ആവുന്നത്. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ട് നിങ്ങൾക്ക് എഗെയിൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഓർഡർ പ്രോസസ്സിങ് ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ദ ഓർഡേഴ്സ് ലൈൻ ഐറ്റംസ് എന്നാണ്. ഇതൊന്നും നമുക്ക് അഡീഷണൽ ചെയ്യണമെന്നില്ല. എഗെയിൻ നിങ്ങൾക്ക് ഇത് എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് കാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡറിൻ്റെ കൂടെ ഗിഫ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് കൺഫേം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഓപ്ഷൻ തന്നേക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ലെന്ന്. ഓക്കെ. മെറ്റാഫീൽഡ്സ് ആൻഡ് ബ്രാൻഡിങ് ഇവിടെ വന്നാൽ നമുക്ക് ലോഗോ, ഇപ്പം നിലവിൽ ലോഗോ ഒന്നുമില്ല. ഇപ്പം ജനറൽ സെറ്റിങ്സിനകത്ത് ഫൈനലായിട്ട് വന്ന് നമ്മൾ ലോഗോ ഇൻപുട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ സ്റ്റോറിന്. ഓക്കെ. ലോഗോ ക്യാൻവ യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒന്നുമില്ല. ക്യാൻവ ഓപ്പൺ ചെയ്യുക. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാൻവയ്ക്കകത്ത് ചെയ്യാൻ. ഓക്കെ. ക്യാൻവ ലോഗിൻ ചെയ്യേണ്ടതാണ്, സൈനപ്പ് ചെയ്യേണ്ടതാണ്. ഉള്ളവർ ലോഗിൻ ചെയ്താൽ മതി. അതൊന്ന് ജസ്റ്റ് സ്റ്റോർ ലോഗോ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ലോഗോ സെക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതിനകത്ത് നോർമലായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ സ്റ്റോറിന് വേണ്ടി മാച്ച് ആവുന്ന ഒരു ലോഗോ ചൂസ് ചെയ്തുകൊണ്ട് സ്റ്റോറിൻ്റെ പേര് എടുത്തുകൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ വർക്ക്, ലോഗോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് ഇത്രയാണ് ജനറലായിട്ട് നമ്മുടെ സ്റ്റോറിൻ്റെ സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് അടുത്തതാണ് തീം അപ്ലോഡ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഗ്രൂപ്പിനകത്ത് അയച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് തീം അപ്ലോഡ് ചെയ്യുന്നതെന്ന്. സോ ഓക്കെ, ഞാൻ തീം എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. സോ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള സെക്ഷനകത്ത് വരിക. ഓക്കെ. ഓൺലൈൻ സ്റ്റോർ എന്നാണ് ക്ലിക്ക് ചെയ്തപ്പോഴേ തീംസ് എന്നാണ് വന്നത്, കണ്ടോ. സോ നിലവിൽ നമ്മൾ സ്റ്റോർ ഓൾറെഡി കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൊറിസോൺ എന്ന് പറയുന്ന തീം ഉള്ളതാണ്.
ഇത് ജസ്റ്റ് ഇപ്പോൾ എഡിറ്റ് തീം സെക്ഷനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. ഇതൊരു ബേസിക് തീമാണ് ഷോപ്പിഫൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഓക്കെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത് ഹോം പേജ് ആണ്, കണ്ടോ ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ പ്രോഡക്റ്റ് പേജിലോട്ട് പോയാലും ഇതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും കാണിക്കത്തില്ല, കണ്ടില്ലേ ഇതിനകത്തൊന്നുമില്ല. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു 5 to 6 തീം പേജസ് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത്, അത് യൂസ് ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ. എല്ലാം ആദ്യമേ ഡൗൺലോഡ് ചെയ്തൊന്ന് ഇമ്പോർട്ട് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ടോപ്പിൽ ഇമ്പോർട്ട് തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് സിപ്പ് ഫയൽ. സോ ഫയൽ അപ്ലോഡ് ചെയ്താൽ മതി ഇവിടെ. സോ ഞാൻ നിലവിൽ ഒരു ഫയൽ എൻ്റെ ഓൾറെഡി ഉണ്ട്, ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഏതാണ്ട് ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. നമ്മൾ ഏത് തീം ഫയൽ അപ്ലോഡ് ചെയ്താലും അത് പബ്ലിഷ് ചെയ്യേണ്ടതാണ്, എന്നാലേ അത് നമ്മുടെ സ്റ്റോറിലേക്ക് ഒഫീഷ്യലി എത്തത്തുള്ളൂ. ഓക്കെ, ഏതാണ്ട് ഇത് പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുക. സോ ഇതിവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇതിനി എഡിറ്റ് ചെയ്യേണ്ടതാണ്, എഡിറ്റ് അഡീഷണലി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്റ്റോറിന് വേണ്ടി. സോ അതാണ്ട് ഈ തീം ഫയൽ നിങ്ങൾ കാണുന്നില്ലേ, ഇത് ഞാൻ കസ്റ്റം എഡിറ്റ് ചെയ്തേക്കുന്ന ഒരു തീം ഫയലാണ്, കണ്ടില്ലേ. ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇത് കിട്ടത്തില്ല എന്ന് പറയാൻ കാരണം ഇത് നമ്മളൊരു ഇന്റർനാഷണൽ കസ്റ്റമറിന് വേണ്ടി നമ്മൾ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു തീം ഫയലാണിത്. അതുകൊണ്ടാണ് ഇത് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേറെ തീം ഫയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ തന്നെ ഉള്ളത്. ഇത് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, ഇത് ഹോം പേജും അടുത്ത പ്രോഡക്റ്റ് പേജും സെക്കൻഡ് അപ്പം നമ്മൾ ആദ്യമേ കൊടുത്ത് പ്രൈവസി ആൻഡ് പോളിസി ബേസ്ഡ് ആയിരിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പ് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രൈവസി ടേംസ് ആൻഡ് സർവീസ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് തന്നെ മാനേജ് ചെയ്യണമെന്ന്. ഓക്കെ, ഇതിനകത്ത് എല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. സോ ഇതാണ്ട് ഇത് സെക്ഷൻ കളക്ഷൻ സെക്ഷൻ ആണ്. ഇതിനകത്ത് പ്രോഡക്റ്റ് കണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്താണ്ട് റീപ്ലേസ് എന്നുള്ളത് മാറ്റിക്കൊണ്ട് ക്രിയേറ്റ് കളക്ഷനകത്ത് പോയാണ് നമ്മൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കളക്ഷൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ടൈറ്റില്, ഓക്കെ ഞാൻ ജസ്റ്റ് ടൈറ്റിൽ തന്നെ സേവ് ചെയ്തേക്കുന്നത്. ആഡ് ഇമേജിനകത്ത് കൊടുത്തുകൊണ്ട് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഇപ്പോൾ ഫിറ്റ്നസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ചെയ്യുന്നതുകൊണ്ട് ഫിറ്റ്നസ് എന്നുള്ളത് അപ്ലോഡ് ചെയ്യുന്നു ഇമേജ്. സോ പേര് ഇത് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ടൈറ്റിൽ ഇപ്പം എന്ത് കളക്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ കളക്ഷൻ്റെ പേരാണ് ടൈറ്റിലിൽ കൊടുക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ വേണ്ട നമുക്ക്. സോ ആ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് അത് സേവ് ചെയ്യുക. സോ അത് സേവ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇവിടെ ടൈറ്റിൽ എന്നുള്ള അപ്ലോഡ് ചെയ്ത് 4ാമത്തെ കോളത്തിനകത്ത് ടൈറ്റിൽ എന്നും പറഞ്ഞാൽ വന്നത്. സോ കളക്ഷൻ സെറ്റിംഗ് ഈ രീതിയിലത്തെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്ന തീം പേജിനകത്ത്. ഏത് രീതിയിലത്തെ ആയാലും ഈ രീതിയിലാണ് കളക്ഷൻ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യേണ്ടത്. സോ സെറ്റ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സെക്ഷനിൽ ഇത് ബാനർ സെക്ഷനാണ്, നമ്മുടെ സ്റ്റോറിന്റെ ഒരു ബാനർ കാണിക്കുന്ന രീതിയിലത്തെ. ഇതും ഓൾറെഡി ഉള്ളതായിരിക്കും. ഇതും ക്യാൻവ ഡെവലപ്ഡ് ആണ്. ഓക്കെ, ക്യാൻവയ്ക്കകത്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. എഗെയിൻ ക്യാൻവയ്ക്കകത്ത് പോകുക, ജസ്റ്റ് സ്റ്റോർ ബാനർ എന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ബാനേഴ്സ് അവിടെ കാണും. ഒരെണ്ണം റാൻഡമായിട്ട് എടുക്കും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് തന്നെ മതി. കോപ്പി ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സോ ഇത് റിവ്യൂ സെക്ഷനാണ്. ഇത് നിങ്ങളുടെ സ്റ്റോറിനകത്ത് നിലവിലുള്ളതായിരിക്കും. ഇതിൻ്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും. എല്ലാ സെറ്റിങ്സും നമുക്ക് നമ്മുടെ സ്റ്റോറിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. ഓരോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായതായ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു സ്റ്റോറിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഒരു മിനിറ്റ്. ഓക്കെ, അതാണ്ട് നിങ്ങൾ ഈ കാണുന്ന ആ സ്റ്റോറാണ്.
സോ ആ തീം പേജ് കറക്റ്റ് രീതിയെ അലൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ഹോം പേജ് ആണ്. ഓക്കെ. ഈ കളക്ഷൻ എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് റിലേറ്റഡ് പ്രോഡക്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിലേറ്റഡ് പ്രോഡക്ട്സ് കാണിക്കുന്നതാണ്. കണ്ടോ? സോ അഗൈൻ ഹോമിനകത്ത് വന്നു കഴിയുമ്പോൾ ഇതാണ് ആ സ്റ്റോറിന്റെ ഹോം പേജ്. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രോഡക്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് പേജ് ഓപ്പൺ ആവുന്നതാണ്. കണ്ടില്ലേ? പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, ഡെലിവറി, പ്രീപെയ്ഡ് ഓർഡേഴ്സിന്റെ ഡെലിവറി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നത്. സോ വീഡിയോസ് ഉണ്ട്. ഇത് ബ്ലാങ്ക് ആയിട്ട് തോന്നിക്കാൻ കാരണം ഇത് മാക്സിമം ഫോണിനകത്ത് അലൈൻ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. സോ ഫോണിനകത്ത് വരുമ്പോൾ ഈ 3 വീഡിയോസ് മാത്രമേ ഷോ ആവത്തുള്ളൂ. സോ കണ്ടില്ലേ? റിവ്യൂസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ നമ്മുടെ തീം പേജ് നമുക്ക് ഞാൻ ഫയലായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാലും അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ സ്റ്റോർ എങ്ങനെ ആവുന്നതെന്ന്. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അഡീഷണൽ നമ്മുടെ സ്റ്റോറിനകത്ത് കസ്റ്റമേഴ്സ് വന്നത് അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഹോമിനകത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ അനലിറ്റിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും സ്റ്റോറിനകത്ത് ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ട്, അതേപോലെ എത്ര പേര് ആവറേജോളം വന്ന് നമ്മുടെ കൺവേർഷൻ റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ, സെഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര പേര് സ്റ്റോറിനകത്ത് ആക്റ്റീവായിട്ട് വന്നു എന്നാണ്. ആക്റ്റീവ് കാർട്ട് എത്ര പേര് ചെയ്തു, ചെക്ക് വരെ എത്ര പേര് ചെയ്തു, കംപ്ലീറ്റ് ആരൊക്കെ ചെയ്തു. ഇത് ഇത് യൂസ് ചെയ്ത് വേണം നമ്മുടെ സ്റ്റോറിന്റെ പ്രോബ്ലം എന്തുവന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇപ്പൊ ചില സ്റ്റോറിനകത്ത് നമുക്ക് കാണാം സെഷൻസ് ഒരു 200 ആയിരിക്കും, ആഡ് ടു കാർട്ട് ഒരു 200 ആയിരിക്കും, റീച്ച്ഡ് ചെക്കൗട്ടും 200 ആയിരിക്കും. ബട്ട് കംപ്ലീഷൻ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 20 എണ്ണമേ കാണത്തുള്ളൂ. സോ അത് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ ചെക്കൗട്ടിന്റെ അടുത്ത് എത്തുമ്പോൾ ആൾക്കാർ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ സോ ചെക്കൗട്ടിന്റെ അടുത്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിന്റെ ഇഷ്യൂ. അതെന്തുവാന്ന് അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. സോ അതാണ് ഈ കൺവേർഷൻ റേറ്റ് ബ്രേക്ക് ഡൗണിന്റെ അടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ സ്റ്റോറിന്റെ അടുത്ത് കറക്റ്റ് അനലൈസ് ചെയ്യണം. അതായത് ഡേയിലെ ആഡ് റണ്ണായി കഴിയുമ്പോൾ ഇൻ കേസ് വേണ്ട അത്രയും രീതിയിൽ സെയിൽസ് ജനറേറ്റ് ആയാലും ഇല്ലെങ്കിലും ഈ അനലിറ്റിക്സിനകത്ത് വന്ന് നമ്മുടെ സ്റ്റോറിന്റെ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് കാണാൻ പറ്റും ഏത് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയെന്നൊക്കെ ഉള്ളത്. ഓക്കെ. സോ പേയ്മെന്റ് ഗേറ്റ് വേ സെറ്റ് ചെയ്യുന്ന നാളത്തെ ക്ലാസ്സിനകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഷിപ്പിംഗ് റേറ്റ് എല്ലാം നമ്മൾ ഇന്ന് വെച്ചതാണ്. നാളത്തെ ക്ലാസ്സിനകത്ത് പേയ്മെന്റ് ഗേറ്റ് വേ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. രണ്ടാമത് തേർഡ് പാർട്ടി ആപ്സ് ആയ റോപ്പോസോ, ഡ്രോപ്പ് ഡാഷ് എന്നുള്ള ആപ്പുകൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ്. അതേപോലെ തന്നെ വേറെ ആപ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാച്ചിങ് ബണ്ടിൽസ് നമ്മളിവിടെ കണ്ടില്ലായിരുന്നു. ഇതാണ്ട് ഈ പ്രോഡക്റ്റിനകത്ത് ഇതാണ് ക്യാച്ചിങ് ബണ്ടിൽസ്. ഒരെണ്ണം മേടിച്ചാൽ $29, രണ്ടെണ്ണം $49 അവൈലബിൾ ആണെന്നുള്ളത്. ഈ ക്യാച്ചിങ് ബണ്ടിൽസ് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നാളത്തെ ക്ലാസ്സിനകത്ത്. ഓക്കെ. തേർഡ് പാർട്ടി ആപ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതേപോലെ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേയുടെ. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഈ ജനറൽ ആയിട്ട് ഈ സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് പോലും നമ്മുടെ സ്റ്റോറിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇന്നലെ തന്നെ നിങ്ങളുടെ സ്റ്റോർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസത്തെ അന്നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്യുക മാക്സിമം. കാരണം അത് ചെയ്താലേ നമുക്ക് ഇന്ന് കാണിച്ച കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറിനകത്ത് ചെയ്യാനൊക്കത്തുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട് അത് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാതെ ഇതിലും ജനറൽ ഡൗട്ട് ഉണ്ടോ? ആ. പ്രോഡക്റ്റ് എന്താന്ന് ഞാനല്ല സാറേ പറയേണ്ടത്. പ്രോഡക്റ്റ് എന്താന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഒരു പ്ലാൻ ചെയ്യ്. നിങ്ങളുടെ സ്റ്റോറിനകത്ത് ഏത് രീതിയിലത്തെ പ്രോഡക്റ്റാ വിൽക്കാൻ താല്പര്യപ്പെടുന്നതെന്ന്. അത് ബേസ്ഡ് ആണ് നിങ്ങൾ ടൈറ്റിൽ ഇടണ്ടേ. ഇപ്പൊ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്റ്റോറിനകത്ത് ഏത് പ്രോഡക്റ്റാ വിൽക്കേണ്ടതെന്ന്. ഓക്കെ. ജസ്റ്റ് ഒരു പ്ലാൻ പോലെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ബേബി പ്രോഡക്ട്സ് ആണോ അതോ അല്ലെങ്കിൽ കിച്ചൺ പ്രോഡക്ട്സ് ആണോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ രീതിയിലത്തെങ്കിൽ ആ റിലേറ്റഡ് പ്രോഡക്ട്സ് ആണോ അത് നിങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സൈഡാണ് അത്.
വേറെന്തെങ്കിലും? ആ. അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നലത്തെ കൂട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും കിട്ടിയില്ലായിരുന്നോ? പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അത് കാണുന്നതില്? ഓക്കെ, ഓക്കെ. അതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ ശരി എന്നാ എല്ലാവരും ലീവ് ചെയ്തോളൂ.